ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു ക്യാരറ്റും ഒരു തക്കാളിയും ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 3 അല്ലിയുള്ളേ, ഇഞ്ചി ഒരു ചെറിയ പീസും പകുതി സവാളയും പിന്നെ ഒരു ഇച്ചിരി പട്ടയും ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കറുവാപ്പട്ടയുടെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതിയേ. പിന്നെ ചിക്കൻ ആണെങ്കിലും നല്ലപോലെ കഴുകി മഞ്ഞപ്പൊടിക്കകത്ത് കഴുകിയതാട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെച്ചേക്കണേ. പിന്നെ പാനൊക്കെ നല്ലപോലെ ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് കടുകും പൊട്ടി കഴിയുമ്പം ഇച്ചിരി പെരുംജീരകവും കൂടെ പൊട്ടിച്ചിട്ട് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ കൂടി ഒരുമിച്ചിട്ട് ആ ഗ്രാമ്പും പട്ടയും കൂടെ ഒരുമിച്ച് ഈ കൂടെ ഇട്ടാൽ മതിയേ. അതിൻ്റെ അതോടിട്ട് ഇനി ഈ വെജിറ്റബിളിനുള്ള ഒരു ഇച്ചിരി 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ടാണ് വെജിറ്റബിളിനുള്ളത്. കാരണം നമ്മൾ ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. പിന്നെ കൂടുതൽ വേറെ വെജിറ്റബിൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കവും ബീൻസും കൂടെ ഇടാവുള്ളേ, വേറെ ഒന്നും ഇട്ടേക്കരുത് കേട്ടോ. വേറെ വെജിറ്റബിൾ ഒന്നും ഇട്ടാൽ കൊള്ളത്തില്ലേ. പിന്നെ ഈ വെജിറ്റബിളിന് വേണ്ടി ഒരു കളറ് കിട്ടാൻ വേണ്ടി വെച്ചിട്ട് മാത്രം ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. നമ്മളിപ്പോൾ കണ്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല തീയിലായിരുന്നു. ഇത്രയും വെള്ളമായി കേട്ടോ. ഇനി ചെറു തീയിലാക്കി വെച്ചേക്കണേ. ചെറു തീയിലായി ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി കുരുമുളക് ചതച്ച് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ല. അത് കുരുമുളക് ഇടണേ, ഇച്ചിരി ഇടാവുള്ളൂ കേട്ടോ. പിന്നെ അത് നമ്മൾ മൊത്തം വെള്ളം വറ്റുന്നോടം വരെ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ വെജിറ്റബിൾ കഴിക്കാനും മടിയാണ്, എന്നാൽ ചിക്കൻ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു ചെറിയ സ്പൂൺ, ഇപ്പോൾ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് ഇത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു കുറച്ച് സ്പൂൺ, കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു നല്ല സ്പൂൺ ഇടണേ. ഇത് കുറച്ചുള്ളതുകൊണ്ട് ഞാനൊരു 3/4 സ്പൂണൊന്നും ഇല്ല, 1 സ്പൂൺ തികച്ചുമില്ല. അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് ഉടനെ ഇളക്കരുതേ. അത് അവിടെ മൂടി വെച്ചിട്ട് ആ ചെറു തീയിലിരുന്ന പഞ്ചസാര അതിലോട്ട് ഉരുകി വരും. ഇനി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ തന്നെ മറിച്ചിടുമ്പം കണ്ടോണം കളറ് മാറാൻ തുടങ്ങുവേ. നല്ല സോഫ്റ്റും ആവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി കിട്ടുവേ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ കഴിച്ച് നോക്കണേ. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ എന്ന് ചിക്കൻ മേടിച്ചാലും ഞാൻ ഇതുപോലെ കുറച്ച് ഭാഗം എടുത്ത് വെച്ചേക്കും ഇവർക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയേ. ഇത് കുക്കായി വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലപോലെ റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ കരിയാപ്പില ഇട്ടാൽ മതി. കരിയാപ്പില ഇല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി കേട്ടോ. മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കരിയാപ്പില ഇട്ടത്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ക്യാരറ്റും സവാളയൊന്നും അധികം വെന്ത് പോയിട്ടില്ല. ക്യാരറ്റൊക്കെ അതേ കളറിൽ കിടപ്പുണ്ടേ. കഴിച്ച് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പം വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും പഴയ വീഡിയോ ഒക്കെ കയറി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാവേ.